നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാ സ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തദ്ദേശ വകുപ്പ് ഈ മാസം 19-ന് പാലക്കാട് ഒരു പരാതി പരിഹാര അദാലത്ത് നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ഈ പരാതി പരിഹാര അദാലത്ത് നടത്തുന്നത്. പാലക്കാട് മണപ്പുള്ളിക്കാവിനടുത്തുള്ള കോസ്മോപൊളിറ്റൻ ക്ലബ്ബിലാണ് ഈ പരാതി പരിഹാര അദാലത്ത് നടത്തുന്നത്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ മന്ത്രി MP രാജേഷ് ഈ പരാതി പരിഹാര അദാലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പരാതികൾ നൽകുന്നതിനായി adalat.isg.kerala.gov.in എന്നൊരു വെബ്സൈറ്റ് പോർട്ടലും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പരാതി നൽകുന്നവർ ഈ പോർട്ടൽ വഴിയോ അതല്ലെങ്കിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കസ്റ്റമർ സർവീസ് സെൻ്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പരാതികൾ നൽകാവുന്നതാണ്. എങ്കിലും പരാതി നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട പരാതികൾ, ലൈഫ് മിഷൻ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ, ജീവനക്കാരുടെ പരാതികൾ, ഇത്തരം പരാതികൾ പരാതി പരിഹാരത്തിൽ പരിഗണിക്കുന്നതല്ല. അതൊഴികെയുള്ള മറ്റു 11 വിഷയങ്ങളിലാണ് പരാതി പരിഹാരം നടത്തുന്നത്. ഫീൽഡ് തല അന്വേഷണങ്ങൾ നടത്തി പരാതി പരിഹാരം എത്രയും പെട്ടെന്ന് നടത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും ഈ മാസം 13 വരെ പരാതികൾ നൽകുന്നതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. ഇത്തരം പരാതികൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് കസ്റ്റമർ സർവീസ് സെൻ്ററുകളുമായോ അക്ഷയ കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെട്ട് ഈ പരാതികൾ ബോധിപ്പിക്കാവുന്നതാണ്. ഈ മാസം 19-നാണ് ഈ അദാലത്ത് പാലക്കാട് നടക്കുന്നത്. അവിടെ എത്തിച്ചേരേണ്ടതുമാണ് ബന്ധപ്പെട്ട രേഖകൾ സഹിതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുകൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. നമസ്കാരം.